ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ ചെമ്മീൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെമ്മീന് പകരം ചിക്കൻ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എഗ്ഗ് മാത്രം ചേർത്ത് എഗ്ഗ് ഫ്രൈഡ് റൈസായിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിനായി ചെമ്മീനിലേക്ക് സോയാ സോസ്, കോൺഫ്ലോർ, ഗാർലിക് പൗഡർ, ഉപ്പ് ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി റൈസ് ഉണ്ടാക്കുന്നതിനായി 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റൈസ് കുക്ക് ചെയ്യാനായി 3 കപ്പ് വെള്ളം ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അല്പം സൺഫ്ലവർ ഓയിൽ ഇത്രയും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളം ഒഴിച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് അരി വേവിച്ചെടുത്ത് ഊറ്റിയെടുത്താലും മതി. അപ്പോൾ ഇവിടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരന്ന പ്ലേറ്റിലേക്ക് മാറ്റി നിരത്തി വെച്ച് കൊടുക്കാം. റൈസ് ഒരുപാട് കുക്കായി കുഴഞ്ഞു പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ, വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം വളരെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം ബട്ടറോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ചെമ്മീന് പകരം ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാം. അപ്പോൾ ചെമ്മീനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ അല്പം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 മുട്ട, അല്പം ഉപ്പ്, അതുപോലെ കുരുമുളക് പൊടി ഇത്രയും ചേർത്തൊന്ന് ഇളക്കിക്കൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ പാനിൽ തന്നെ അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഗാർലിക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ബൾബ് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം ഇത്രയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ക്യാബേജ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചില്ലി സോസ്, സോയാ സോസ് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനും അതുപോലെ മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ, അല്പം കുരുമുളക് പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ഇത്രയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ചോറ് പൊടിഞ്ഞു പോവാതെ നോക്കണം. കുറച്ചുകൂടി വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഈസി ആയിരിക്കും. അതുപോലെ സോസ് എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.